എൽ ക്ലാസിക്കോ മത്സരത്തിലാണ് ഈ രീതിയിലുള്ള ഫൈറ്റ് ഒക്കെ നമ്മൾ മുമ്പ് കാണാറുള്ളത്. ഇന്ന് ഒളിമ്പിക്സ് ഫുട്ബോളിൽ അർജന്റീന വേഴ്സസ് ഫ്രാൻസ് മത്സരം കഴിഞ്ഞ ഉടനെ ഗ്രൗണ്ടിൽ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒറ്റമൻഡി, ലകസെറ്റ, തിയാഗോ അൽമേഡ എന്നിവരൊക്കെ കയ്യാങ്കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം താരങ്ങൾ മടങ്ങി പോകുന്ന ഭാഗത്തേക്ക് പെട്ടെന്ന് കളിക്കാരെല്ലാരും വീണ്ടും പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് വിഷ്വലി കാണാൻ പറ്റിയിട്ടില്ല. അവിടെ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗ്രൗണ്ടിലുള്ള എല്ലാ കളിക്കാരും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഓടുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മത്സരം വാശിയേറിയ മത്സരമായിരുന്നു. നമുക്കറിയാം, അർജന്റീന വേഴ്സസ് ഫ്രാൻസ് തമ്മിൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരു വൈരം തന്നെയാണ്. പ്രത്യേകിച്ച് കോപ്പ അമേരിക്ക വിജയത്തിന് പിന്നാലെ എൻസോ ഫെർണാണ്ടസ് ആ ഒരു ലൈവ് വന്നതിന് ശേഷമാണ് ഇത് കൂടുതൽ വഷളായിട്ടുള്ളത്. മത്സരത്തിന് മുമ്പ് മറ്റേറ്റം പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ നെഞ്ചിലുണ്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ്. അദ്ദേഹം തന്നെ ഗോൾ നേടി ഫ്രാൻസിനെ വിജയിപ്പിച്ചു. മത്സരത്തിനിടയ്ക്ക് മറ്റേറ്റയും അർജന്റീനയും ഗോളിയും തമ്മിൽ ഒരു രസലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒറ്റമൻഡി വേഴ്സസ് മറ്റേറ്റ വാക്കുതർക്കം കണ്ടതാണ്. പിന്നീട് ഹാഫ് ടൈമിന്റെ സമയത്തും അർജന്റീന താരങ്ങളും ഫ്രാൻസ് താരങ്ങളും റഫറിയോട് പരാതി പറയുന്നുണ്ട്, തമ്മിൽ സംസാരിക്കുന്നുണ്ട്. മത്സരത്തിന്റെ അവസാന നിമിഷം അർജന്റീനക്കെതിരെ ഫ്രാൻസ് രണ്ടാമത്തെ ഗോൾ നേടിയതാണ്. ആ ഒരു ഗോൾ പിന്നീട് വാർ ചെക്ക് ചെയ്ത് അവിടെ ഒരു ഫൗൾ നടന്നതുകൊണ്ട് നിഷേധിച്ചതാണ്. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരം ഫ്രാൻസ് 1-0 അർജന്റീനയെ മറികടന്ന് സെമി ഫൈനലിലേക്ക് മുന്നേറി. ആ ഒരു ഫൈനൽ വിസിലിന് തൊട്ട് പിന്നാലെയാണ് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഏതായാലും ഇനി മുതൽ ഒരു എൽ ക്ലാസിക്കോ മത്സരം കാണുന്ന ഫീല് തന്നെ ആയിരിക്കും ഫ്രാൻസ് വേഴ്സസ് അർജന്റീന മത്സരങ്ങൾ വരുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ മത്സരം കണ്ടിട്ടുള്ള ആളാണെങ്കിൽ മത്സരത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.